ഹലോ ഗേസ്, അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച എല്ലാവർക്കും ജുമാ മുബാറക്ക്. പിന്നെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പുറത്ത് പോകണ്ട. പിന്നെ നമ്മുടെ നാട്ടിൽ ഉള്ള ഒരുത്തനുണ്ട്, അപ്പോൾ ഓനെ കാണണം. ഓനും ഫാസിലാണ്. അപ്പോൾ ഓനെ കൂട്ടിയിട്ട് വേറൊരു ഫാസിലുണ്ട്, അത് ഓനൊക്കെ അറിയാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കുഞ്ഞാപ്പൂവിൻ്റെ വീഡിയോ കണ്ടിരുന്നില്ലേ, അപ്പോൾ ഓനാണ്. അപ്പോൾ ഓനും കാണാൻ പോകാണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം ഇവനെ കൂട്ടിയിട്ട് ഇവനെ ഇപ്പോൾ അടുത്ത് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇവന് പോയിട്ട് വന്നതാണ്. ഇവനെ കൂട്ടിയിട്ട് അവിടെ നിന്ന് പോകാം. പിന്നെ അവൻ്റെ വീട്ടിലേക്ക് പോയിട്ടാണ് കേട്ടോ. അവിടുന്ന് നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ, എന്താണ് ഞാൻ പറഞ്ഞത്, നമ്മളെ കൂട്ടുകാരൻ ഫാസിലിൻ്റെ നാട്ടിലെത്തിയിട്ടുണ്ട്. നമ്മളെ നാട്ടുകാരനാണ്. അവനവിടെ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ, പുറത്ത് തന്നെ കാത്തു നിൽക്കുന്നുണ്ട്. നാളെ എന്തായാലും ഇറങ്ങി വരും പുറത്തേക്ക്. ചൂടായിട്ട് നേരെ ദിവാനി കയറി നിൽക്കണം. ആളതിനുള്ളിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും ഞാനിങ്ങനെ ഫോൺ വിളിക്കാം. ഫോൺ വിളിച്ചാൽ ഇറങ്ങി വരും. എന്നാൽ പുറത്തേക്ക് പോവാം, ഞാൻ ഇവിടെ പുറത്തുണ്ട്. ഞങ്ങളിപ്പോൾ കല്യാണം കഴിഞ്ഞ് നാട്ടിൽ നിന്ന് വന്നതാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ടെൻഷന് ഫുള്ള് വിട്ടിട്ടില്ല. എന്താ വരുന്നത്, പുതിയ ആപ്പിള ഇറങ്ങണ പോലെ തന്നെയാണ് വരുന്നത്. കോളൊക്കെ ഉണ്ട്. അതിന് മറ്റേ അവൻ്റെ അടുത്ത് പോകുമ്പോൾ ആരെങ്കിലും കോള് കൊണ്ടുപോകാൻ ശരിയല്ലല്ലോ. ബാക്കിലിരിക്കണേ, ഞാൻ വിചാരിച്ചു ബാക്കിലിരിക്കണം, കോഴിക്കളൊക്കെ ഇരിക്കണ പോലെ. ക്യാമറ പിടിച്ചോ. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ ഓൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഇനി നേരെ മറ്റേ അടുത്ത് പോകുന്നതിന് മുന്നായിട്ട് ഇവനക്കൊരു സാധനം വേറെ അടുത്ത് കൊടുക്കാണ്ട്, അത് കൊടുത്തതിൻ്റെ ശേഷം നേരെ അങ്ങോട്ട് പോവുള്ളൂ. പിന്നെ ഇപ്പോൾ ഇവിടെ ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ പോണ വൈക്കുന്ന കുറച്ച് കാഴ്ചകളൊക്കെ എടുക്കാൻ പറ്റും. കാരണം ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ക്യാമറ യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടെ പൊതുവേ എല്ലായിടത്തും നല്ല ഫൈനുണ്ട്, പിന്നെ പോലീസ് ചെക്കിങ്ങും ഉണ്ട്. പിന്നെ ഞങ്ങൾ നേരെ ഇങ്ങനെ പോവാണ്. പിന്നെ സർപ്രൈസ് നമ്മൾ കൊടുക്കണേ. അറിയില്ല, ഓമ്പടെ ഇല്ലെങ്കിൽ നമ്മളാകെ സസ് ചെയ്യാൻ വേണ്ടി വരും. പോസ്റ്റായിട്ട് വീണ്ടും നാട്ടിൽ പോകാം. അവന്റെ വീട് അവിടെ എന്താണ് നിർത്തിയിട്ട് ഞങ്ങളെ ചെങ്ങ നിങ്ങളുടെ ഇതാക്കില്ല. സീറ്റ് എന്താ അവിടെ നിക്കണ്, എന്താ പ്രശ്നം വെച്ചാൽ ചെങ്ങ കോയറ്റാണ്. ഈ മേറോഡിൽ നിർത്തിങ്ങാണ്ട് ഉണ്ടാവും 10 ആൾക്കാരൊക്കെ. പെട്രോൾ പമ്പൊക്കെ റൈറ്റൊക്കെയല്ല, നമ്മൾ കാണാത്ത വെറൈറ്റി അല്ല പെട്രോൾ പമ്പ്. ഇവരൊക്കെ വില കൂടുതൽ കണക്കാണ്. ഞാൻ നാളെ റൗദന്ന് ചോദിച്ചിട്ട് റേറ്റ് കൂടുതലാ. ജമ്യത്തൊക്കെ റേറ്റ് ജമ്മിൽ അത് 150 ദിവസമായിട്ടൊക്കെ ഓക്കെ. പക്ഷേ 2,000 ഉണ്ടാവും. ഞാൻ ഇവിടെ ഇട്ട് വണ്ടി ചേച്ചിക്കോ അങ്ങോട്ട് വരും വിളിച്ചിട്ടാണ്ട് പാടെ നിർത്തിയിട്ടാണ്.
അപ്പോൾ നമ്മളെ ചെക്കൻക്ക് നമ്മളെ വിളിക്കാൻ കേട്ടോ. ഉണ്ടാന്ന് വെച്ചോട്ടെ, ഞങ്ങൾ പോസ്റ്റ് ആവാന്ന് അറിയില്ല. എന്തായാലും കട്ടാക്കടാ. ഇത്ര പെട്ടെന്ന് കട്ടാക്കോ? വണ്ടി അതൊന്നും അറിയോ? ഒരു മിനിറ്റ് അയ്യോ എവിടെ നിന്ന് ചാടി? വണ്ടി അവിടെ വണ്ടി ശ്രദ്ധിച്ചിട്ടില്ല. വണ്ടി നിൽക്കണതാ. ബാക്ക് പോയി കുത്തിച്ചിക്കണം നോണ്ടിട്ട് ബാക്കൊക്കെ ഇളകിക്കണേ. ആ എടുക്കലിന്റെ ബാഗ് കൊണ്ട് കുത്തിക്കണോ? ക്ലാസ് അറിയാം അഞ്ച് നടന്നോളൂ. പുതിയാപ്പിള്ള ചെക്കൻ, അടുത്ത് പുതിയാപ്പിള്ള ആവുള്ള ചെക്കനാണ്. ഒരു വാസിലിന്റെ കല്യാണം കഴിഞ്ഞ് ഇനി അടുത്ത വാസിലിനെ പോയിട്ട് കെട്ടിച്ചണോ? കെട്ടിക്കാനുള്ള ഓടിപ്പാച്ചിലാണ്. അവനെ വണ്ടി എടുത്തിലാണ് ഇട്ടാ ചെങ്ങായിനെ നോക്കണേ. മുന്നിൽ തന്നെ ഇവിടെ നിർത്തിയല്ലേ കറക്കട വരണ്ട. ഞമ്മള് കണ്ടത് കറക്കടതാവട്ടെ. അയാള് നോക്കണല്ലോ. ഞാൻ നോക്കണേ കൊട്ടോ നോക്കിയാ നീ എടുക്കലല്ല കാണുന്നുണ്ട്. ചോദിച്ചു നോക്കണോ? ബാക്ക് മൊത്തം ഇളങ്ങി തൂപ്പാന്നാക്കിക്കണേ. അറബി ഇങ്ങോട്ട് ഇറങ്ങുവോ? അറബി ഇങ്ങോട്ട് ഇറങ്ങുവോ? അറബി ഇങ്ങോട്ട് ഇറങ്ങുവോ? പുറത്തേക്ക് ഇറങ്ങുവോ? ഈ അറബി എന്നാ വെച്ച് എന്തല്ല കുവൈത്തയുടെ ഇരിക്കണ പോലെ ഇരിക്കണതൊക്കെ എല്ലാരും സാധനട്ടാ. എന്നിട്ടിപ്പോ വരും ഇങ്ങനെയാണ് കൈ വേസ് ഇങ്ങനെ വരും. പെണ്ണുങ്ങാച്ച വിളിച്ചിട്ടുണ്ടോ എനിക്ക്? നോക്കാക്കണ്ടല്ല നമ്മള് പിടിച്ചു വെച്ചിട്ടാ തോന്നിട്ട് ചാടി പോയി തുറന്നു നോക്ക. എന്താന്ന് വെച്ചാക്ക എന്തോ ഒരുമുണ്ടായിട്ടുള്ളിൽ. വണ്ടി പൊട്ടണ ഓഫാക്കി കൂടെ. വലൈക്കും അസ്സലാം. ഹബീബി അസർക്കാര നീല, അഹമ്മദ് എന്ന ചോപ്പ്. സാധനം എടുക്കാനാ? അസറക്കാര നീല. എന്ത് സാധനം വേണ്ടേ? ആസി അസറ കിട്ടിയടാ. ആരാണായി ഞാൻ അടിക്കുന്നേ? ഇവിടെ സംസാരിച്ചോ? ചെക്കൻ ഭയങ്കര തിരക്ക് ബിസിയിലാട്ടാ. നിങ്ങൾ പഠിപ്പിച്ചോണ്ടിരിക്കണല്ലോ അതൊക്കെ എന്താണ് അഹമ്മർ എന്താന്നൊക്കെ നോക്കണുണ്ട്. അഹമ്മർ ചിപ്സാണ് വാങ്ങിക്കണത്. പൈസാണ്. അതാണ് അസറൊക്കെ തന്നെ. തന്നെയാണോ? അസറൊക്കെ അത് വാങ്ങിയതാണോ? പാവം വരണുണ്ട്. ഓക്കെ ലബൻ. ഓക്കെ ഓക്കെ. എന്താണോ ലെമണ്? ലബൻ പറവല്ല. അതവിടെ ചുവന്ന ലബണില്ലേ മോരിൻ്റെത്, ആ മറായിൻ്റെ ഉണ്ടാവും. ഇത് പോകും പറഞ്ഞത് ഹോട്ട് വേണ്ടെന്ന് പറഞ്ഞു. ഹോട്ട് സ്പൈസി. എടാ ചോപ്പ്. എടാ ഈ മുളക് വേണ്ടെന്ന് പറഞ്ഞത്. സ്പൈസി.
ഇത് മുളകല്ലല്ലോ, ഇത് ലൈറ്റ് സാൾട്ടഡ് ആണ്. ഇതിൽ തന്നെ വേറെ ഉണ്ടാവും ടൈപ്പ്. ഇവിടെ ഫോട്ടോ മുട്ടിട്ടാളാ വാട്സപ്പില്. നിങ്ങള് അത്രക്കും ഹമ്മർ എടുക്കാൻ പോവാണ്. ഒന്നുമല്ല കേട്ടോ, ചിപ്സാണ്. ചിപ്സ് എടുക്കാനാ പോകുന്നത്. ആ ചെക്കാവും പുതിയ ചെക്കനല്ല, അപ്പോൾ നമുക്ക് ഫുള്ള് അറിയില്ലല്ലോ, അപ്പം നമുക്ക് പറഞ്ഞു കൊടുക്കാം. ലെബണ് സ്ട്രോബെറി ഫറോല അല്ല, ഇത് അലീബാണ്. ഇതിന്റെ സ്ട്രോബെറി അതാ അതിന്റെ ചെറുതുണ്ടാവും. ചെറുതില്ല, സ്ട്രോബെറി ഉണ്ടാവലുണ്ട്. പക്ഷെ കഴിഞ്ഞതോ ഇല്ല, നമ്മളെ ഇമേലൊന്നും ഇല്ല. ലുലുലും ജമീലും വരുന്നില്ല. മിൽക്ക് ഉണ്ട്. പറഞ്ഞോളൂ, അത് ഫോട്ടോ മുട്ടത്തോളാം. ഗ്രാം 340 മില്യൺ പറഞ്ഞോളാം. എന്താ ഞാൻ എല്ലാവരും ചെക്ക് ചെയ്ത് ജമീല് മാത്രം ഈ സാധനം ലുലുലുണ്ട്, ഇതിലുണ്ട്, കുൽപ്പാലുണ്ട്. ഈ സാധനം പ്രശ്നം എടാ അതിന്റെ ഗ്രാം പറഞ്ഞോളാം, ബിൽഡാൻ പറഞ്ഞോളാ. അത് ഫോട്ടോ മുട്ടത്തോളാം. ഈ ഇത് ഇട്ട് കൊടുത്ത് ഈ സാധനം ഇങ്ങനെ ഇട്ടോ. അപ്പൊ അവന് കറക്റ്റ് ചെയ്യാൻ മനസ്സിലാവും. 340 മില്യൺ പറഞ്ഞോളാം. ഈ സാധനം ഇതിന്റെ ഈ സാധനം ഇത് ഇതേതാ? അത് അൽഫാഫിയ. ഇത് ലെബണടാ. അല്ലടാ, നമുക്ക് അൽമറയിൽ കണ്ടേ. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതിന് ഫോട്ടോ കൊടുത്താളാ. ഏതാ വേണേ വെച്ചോ. സ്ട്രോബെറി ഇത് ഇട്ടെടുത്തോ, ഫോട്ടോ എടുത്തോ. 2 സ്ട്രോബെറി എടുത്തോ. അത് വലുതാണെന്ന് പറഞ്ഞാളാ. അൽമറായിന്റെ വലുത്. അത് ഖബീർ, അത് സഹീർ. അറബി ചക്കര കുറ്റം പറഞ്ഞിട്ട് കാറിലെ വാസിയ നമ്മളെ മനസ്സിലാക്കുക അവരെന്താ പറയണെന്ന് അല്ലേ. ഉണ്ടാവൂല്ലോ. ഓനക്ക് അഹമ്മദിനെ പറഞ്ഞിട്ടുള്ളൂ. ഇതിന്റെ ഇതിലല്ല, കമ്പനി പറഞ്ഞിട്ടില്ല. ഇതിന് വില കൂടുതലോ? ഞങ്ങള് പണ്ടങ്ങൾ കളിക്കുന്നതല്ല, എനിക്ക് ഹോട്ടലിൽ വേണ്ടേ. അടുത്തോ അതിരകം കിട്ടിയ ഒക്കെ കിട്ടില്ല, അമരം കിട്ടില്ല. ഞങ്ങളെ ഹോട്ടലാക്കി അവിടെ നിങ്ങാണ്ട് കൺഫ്യൂഷൻ ആവില്ല. എനിക്ക് അറിയാത്ത നിങ്ങൾ ഫോട്ടോ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യുക, ഏതായാലും ചോദിക്കുക. നിങ്ങൾ പണി. ഇനിയിപ്പോ എന്താ അടുത്ത പരിപാടി? ഇനി കൊണ്ടുവരുന്ന വരാൻ ടൈം ഉണ്ടാ? സ്ഥലം കാണിച്ചിട്ടുണ്ട്. ഒന്ന് ഫേസ് വാഷ് ചെയ്താ വീട്ടിൽ റൂം കണ്ടപ്പോത്തിന്. ഇതാര വീടെന്നോ ചിലപ്പോ ചിലര് ഇഷ്ടപ്പെടില്ല. ടെന്റ് 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 എന്നിട്ട് പറയേ. വണ്ടി കയറുന്ന പുറത്ത് ചൂടാണ്. വണ്ടി കയറുന്ന ഞാൻ പറയില്ലേ. അത്രക്കും അമ്മ നേരിടല്ലോ. ഹായൊക്കെ പറഞ്ഞാളാ. ഹായൊക്കെ പറഞ്ഞല്ലോ. ഗൾഫിൽ ആദ്യമായിട്ട് അങ്ങനെ തന്നെയല്ലേ അസറൊക്കെ അമറൊക്കെ നമുക്ക് അവർക്ക് അറിയാം. ഇന്നൊക്കെ അതല്ല, ഇന്നൊക്കെ ഹയവാനം വിളിച്ചിരിക്കണം. അന്ന് എനിക്ക് മനസ്സിലാവാത്തോണ്ടായിരുന്നേ. അതൊക്കെ ഉണ്ട്. നമുക്ക് മനസ്സിലാവാത്ത കുഴപ്പമില്ല. കറി ലിക്കണിട്ടാ. അതാ കിസ് താഴത്തേക്ക് വെച്ചോ. കിസ് താഴത്തേക്ക് വെച്ചോ. ഭാഗ്യണ്ട്. എന്താ ലുക്കന്നെ കൂടിക്കണ്. തടിയും കൂടി ഗ്ലാമറും വെച്ചിക്കണ്.
നാട്ടിൽ പറഞ്ഞ ക്ലാമർ വെച്ചിട്ട് ചെക്കല് ഇനിയിപ്പോ കല്യാണമൊക്കെ ആകുമ്പോ നല്ല ഉഷാറാവും പൊളിയാവും ആണ് അവസ്ഥ. ഇങ്ങടെന്താ ഫാസ്റ്റ് പറയാണ്ട് പറഞ്ഞോ. പറയാനിപ്പോ എന്താ 70 Pro Max നമ്മൾ ഇറക്കിയിരിക്കണം, അത്രേ ഉള്ളൂ. സാധനം നാളെ വരും. നാളെ വരുമോ? 70 Pro Max ഒന്നല്ലേ കണ്ടോളി. ഫാസ്റ്റ് ഇറക്കും പറഞ്ഞു സാധനം ഇറക്കും. ഇറക്കിക്കൂടെ നിങ്ങക്ക് പാർട്ടി ഉണ്ടാവും. ഇത് ഫുള്ള് എനിക്ക് തന്നെയല്ലേ? ഫുള്ളും കൂടെ ആക്കല്ല എനിക്കൊന്നാട്ട്. എന്താ സാധനം എനിക്ക് ജ്യൂസ് മതി, മറ്റേത് മതി, പെട്ടി ജ്യൂസ് കേടി. മുതലാക്കാനല്ലേ ഇത് നമ്മളെ തീർത്തോ. ശമ്പളം തന്നാ മതി, അതൊക്കെ വേറെ ഒന്നും വേണ്ട. ഓനുണ്ട്, ഓനിക്ക് എന്നും ഓരോരോ വേദനയാണ്. ഞാൻ ഓന്റെ സോക്കട് വേറെയാണ്. ഓ വന്ന് പെണ്ണുങ്ങളെ കാണാനിട്ട് കൊടുക്കുന്ന വീഡിയോ കോൾ ചെയ്യും. ഇപ്പം പോയിരുന്നാണ് നോളിക്ക് അങ്ങനത്തെ പെണ്ണ് കെട്ടിയ കെട്ടിയാൽ അതിന്റെ ഫീലിംഗ് അറിയാമല്ലോ. എന്റെ കല്യാണം കഴിച്ചുമ്പോ തന്നെ നിങ്ങളെ ഇവിടെ നിന്ന് നുളവിളിച്ചോ എയർപോർട്ടിൽ ചോദിച്ചു. നമുക്കൊരു അടിപൊളി സെൽഫി എടുക്കാം. പണിയൊന്നുമില്ല. ഞാൻ ചക്കനോട് പറഞ്ഞു ബ്രദർ പുറത്തുണ്ട്, നമുക്ക് വരാറുണ്ട്. പറഞ്ഞേക്ക് പള്ളിക്ക് പോയാല് അതേമാതിരി എവിടെയാണ് അമ്മാമില കഥ ചങ്ങായി ഒന്നും ഉണ്ടാവില്ല ചെക്കനിക്ക്. ബാത്റൂം പെട്ടെന്ന് അതല്ല എന്നിട്ട് പണി എന്താ ഇനി തള്ളോടെ ഉള്ള ഇവിടെ ഉള്ള പുറത്താ നല്ല പുറത്തുണ്ട്. ഇനിയിപ്പോ അഷറ ഒരു വലിയൊരു ചെമ്മിയുണ്ട് അവിടെ ഉണ്ട്. അവളോടെ വിളിച്ചു മാനമറ്റാല് ഒഴിവാവില്ല. എന്താ വെച്ചാല് ടൈം എടുക്കും. അവിടെ വേറെ പഠിക്കണ്ടല്ലോ. പരിപാടികളുണ്ട്. ഞാൻ വിരാച്ച് നാട്ടിൽ നിന്നാണ്. ഹലോ, ഞങ്ങൾ തിരക്കിലാണ്. ആ പറഞ്ഞൂടെ? ഇല്ല കൊടുത്തിട്ടില്ല. അതെ ഇപ്പല്ല, ഇപ്പൊ ടൈമില്ല. ഇവിടെ ഇപ്പൊ ഞങ്ങൾ തിരക്കിലാണ്. ഇവിടെ ശരി എന്നാലേ ഫാസ്റ്റിന്റെ നാട്ടില് വന്നിട്ട് നല്ല പൊടിക്കാറ്റായി നമ്മളെ കാറുമ്മക്ക് തന്നെ വന്നും ചെയ്യുന്നുണ്ട്. ഐഡിയ ഇതൊന്നും ഒരു പൊടിക്കാറ്റല്ല കേട്ടോ, അതിന് ഡബിൾ വരാനുണ്ട്. ഇതൊക്കെ തുടക്കം മാത്രം പോയി. ഫോണൊക്കെ പോയി, എവിടേക്ക് പോയിന്നറിയില്ല. എന്റെ പാസിയ ക്യാമറ അപ്പൊ ഗേസ്, അപ്പൊ ഞങ്ങള് ചെക്കനെ പിരിയാണ്. ഞങ്ങളെ നാട്ടിൽ പോവാണ്. നമുക്ക് പരിപാടിയൊക്കെ ഉണ്ട്, പണിയൊക്കെ ഉണ്ട്. എന്തായാലും ഞങ്ങൾക്കൊരു സലാം കൊടുത്തിരുന്നു ഞങ്ങളെ. ഫാസിയ ഞങ്ങള് പോവാട്ടാ. വലൈക്കും അസ്സലാം. ഏതായാലും അങ്ങോട്ടേക്ക് വരുവോണ്ടി വെറുതെ ഇരിക്കുമ്പോഴൊക്കെ എന്നോട് ഇങ്ങനെ നിൽക്കണ്ട. പുറത്ത് ഇറങ്ങാൻ മറ്റേ ഗ്ലാമർ പോയിട്ട് പുറത്ത് ഇറങ്ങാൻ നിൽക്കണ്ട. ഇടക്കൊന്ന് പുറത്തിറങ്ങിക്കോണ്ടി. ഓക്കെ ശരി. 11 മണിക്കൊക്കെ ഞങ്ങൾ കിടന്നിറങ്ങുന്ന ടൈം ആവും. ഞങ്ങളെ വിളിക്കല്ല, ശല്യമല്ല. ഞങ്ങൾ രാവിലെ 4 മണിക്ക് എണീക്കുന്നവരാണ്. പിന്നെ വിളിക്കണമെങ്കിൽ ഉച്ചക്ക് അല്ലെങ്കിൽ രാവിലെ സുബിക്ക് വിളിച്ചോ? അങ്ങനെ ഞങ്ങൾ ചെക്കനെ അവിടെ നിന്ന് പിരിഞ്ഞ് പിന്നെ ഫാസിൽ നാട്ടിൽ തന്നെ നല്ലൊരു വലിയ പള്ളിയുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ വലിയ കബ്രസ്ഥാനം വരുന്നതും എൻ്റെ നാട്ടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ അടുത്തൊരു പള്ളിയുണ്ട്. 5 മിനിറ്റ് പോകാനുള്ളൂ വണ്ടിയിട്ട് പോവുകയാണെങ്കിൽ. അപ്പോൾ ഞങ്ങൾ നേരെ ഞാൻ പള്ളിയൊക്കെ പോവുകയാണ്. പിന്നെ അസർ സ്കരിക്കാറുണ്ട്, അവിടുന്ന് ഞാൻ അസർ സ്കരിക്കും ചെയ്യുക. പിന്നെ ഈ പള്ളിൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. പിന്നെ പറ്റുന്നിടത്തോളം എടുക്കും, കാരണം പറയാനില്ല, ഇവിടെ കിടക്കാൻ പറ്റും, പറയാൻ ഉള്ളിൽ കല്ലോടുണ്ടോന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. ഓക്കെ, താങ്ക് യു, ബൈ.